അറക്കൽ ബീവി ഭാഗം 33. സനുവിനെ കണ്ടപ്പോൾ മുനീറയുടെ മൂത്ത സഹോദരൻ്റെ ഭാര്യ നസീമ ഒന്ന് ഞെട്ടി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. സനുവെ ചൂണ്ടിക്കൊണ്ടവർ ചോദിച്ചു, ആ കുട്ടി ഏതാ? ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നസീമത്ത, അതാണ് നമ്മുടെ പുതുമണവാട്ടി, അമൻ്റെ ബീവി, ഭാവിയിലെ ഇവിടുത്തെ അറക്കൽ ബീവി, മുനീറ സന്തോഷത്തോടെ പറഞ്ഞു. നസീമ എണീറ്റ് സനുവിൻ്റെ അടുക്കൽ വന്നു. നീ സഫിയത്തയുടെ മോളാണോ? നിന്റെ മുഖം കണ്ടിട്ട് എൻ്റെ സഫിയത്താനെ മുറിച്ചു വെച്ചതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളും മൂഴിക്കൽ തറവാട്ടിലാണോ? സനു മറുചോദ്യം ഉന്നയിച്ചു. അതെ, എൻ്റെ സ്വന്തം വീട് മൂഴിക്കലാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതുപോലെ മോളെൻ്റെ ഇത്താൻ്റെ മോള് തന്നെയാണല്ലേ? നസീമ കരഞ്ഞു. കൂട്ടത്തിൽ സനുവും. ഇത്തയുടെ കല്യാണവും അത് കഴിഞ്ഞ് അവർ നാട്ടിൽ നിന്ന് പോയതും എല്ലാം നസീമ വിവരിച്ചു. ശേഷം സനുവിനോടായി ചോദിച്ചു, മോളെ, ഉമ്മാക്ക് സുഖമാണോ? ഉമ്മാക്കിപ്പോൾ പരമസുഖമാണ് മേമേ, അല്ലലും അലട്ടലും ഇല്ലാത്ത സ്വർഗജീവിതം, സനു നിസ്സംഗമായ ഭാവത്തിൽ പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. മോളെ, അപ്പോൾ ഇത്താത്ത? അതേ മേമേ, ഞാൻ തന്നെ. ഉമ്മയെ ഫോട്ടോയിലല്ലാതെ കണ്ടിട്ടില്ല. എന്നെ ഉപ്പാനെ ഏൽപ്പിച്ചു ഉമ്മ മടങ്ങി. അപ്പോൾ മോളുടെ ഉപ്പയോ? ഉപ്പ ഞങ്ങളെ കൂടെ വീട്ടിലുണ്ട്. അവൾ സമദിൻ്റെയും റാബിയയുടെയും അമൻ്റെയും ഷഹ്സാദിൻ്റെയും കഥ എല്ലാവർക്കും മുന്നിൽ അവതരിപ്പിച്ചു. എല്ലാവരും അവളുടെ കഥ കേട്ട് കണ്ണുനീർ വാർത്തു. അറക്കൽ അമൻ്റെയും അവളുടെ സ്വപ്നത്തിൻ്റെയും കഥ എല്ലാവരിലും ആശ്ചര്യം വിടർത്തി. അങ്ങനെ സനുവിന് അവളുടെ ഉമ്മയുടെ കുടുംബത്തെയും തിരിച്ചു കിട്ടി. അവൾക്ക് സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല. അവൾ നസീമയോട് ചേർന്നിരുന്നു. നസീമ വേഗം വീട്ടിലേക്ക് വിളിച്ചു. തൻ്റെ ഉമ്മയോടും സഹോദരങ്ങളോടും ഈ വിവരം പറഞ്ഞു. കുറേ കാലമായി തിരഞ്ഞു നടക്കുന്ന സഹോദരിയുടെ മകളെയെങ്കിലും കണ്ടുമുട്ടിയതിൽ അവരും സന്തോഷത്തിലാണ്. അവർ വീഡിയോ കോളിൽ പരസ്പരം കണ്ട് സംസാരിച്ചു. അവനും വിവരങ്ങൾ അറിഞ്ഞപ്പോൾ സന്തോഷിച്ചു. അവൻ തന്നെ വീട്ടിലേക്ക് വിളിച്ചു സമദിനോടും റാബിയയോടും ഷഹ്സാദിനോടും കാര്യങ്ങൾ പറഞ്ഞു. സമദിനും റാബിയക്കും സന്തോഷമാണെങ്കിലും ഷഹ്സാദിന് അവരെ കണ്ടുമുട്ടുന്നതിൽ ചെറിയൊരു ഭയവും ഉള്ളിലുണ്ടായിരുന്നു. നാളെ തന്നെ വീട്ടുകാരെ കൂട്ടി വരാമെന്ന് പറഞ്ഞുകൊണ്ട് നസീമയും കൂട്ടരും പിരിഞ്ഞുപോയി. കല്യാണം കൂടാൻ തൻ്റെ ഉമ്മാൻ്റെ കുടുംബം കൂടെയുള്ളത് സനുവിന് എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും നൽകി. കല്യാണത്തിന് 3 ദിവസം മുൻപ് തന്നെ അറക്കൽ തറവാട് മുഴുവനും അലങ്കാര ബൾബുകൾ കൊണ്ട് പ്രകാശപൂരിതമായിരുന്നു. പെണ്ണുങ്ങളും പെൺകുട്ടികളും ഒത്തുകൂടി മൈലാഞ്ചി രാത്രി ഒരുക്കിയപ്പോൾ വീടുമുറ്റം മുഴുവൻ പാട്ടും കളിയും ചിരിയും നിറഞ്ഞിരുന്നു. സനുവിനെ പച്ച ഡ്രസ്സിൽ മൈലാഞ്ചി പെണ്ണായി ഒരുക്കിയിരുത്തി. കൈകളും കാലുകളും ഭംഗിയുള്ള ഡിസൈനുകളിൽ നിറയുമ്പോൾ മനോഹരമായ പാട്ടിൻ്റെ ഈരടികൾ വീട്ടിൽ മുഴുവൻ മുഴങ്ങിക്കേട്ടു. മൈലാഞ്ചി രാവിന് വരാൻ റാബിയയെയും സമദിനെയും ഷഹ്സാദിനെയും വിളിച്ചെങ്കിലും റാബിയക്ക് റെസ്റ്റ് പറഞ്ഞതുകൊണ്ട് തലേന്ന് വരാമെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. പക്ഷേ അക്ബർ അലി നേരിട്ട് വിളിച്ച് 3 ദിവസം ഇവിടെ നിൽക്കാൻ കണക്കാക്കി വരാൻ നിർബന്ധിച്ചപ്പോൾ പിന്നെ അവൾക്ക് വരേണ്ടി വന്നു. അവർ വന്നത് സനുവിനും അമനും ഇരട്ടി മധുരമായി. ഹസീനയും നസീമയും ചേർന്ന് സനുവിൻ്റെ കയ്യിലെ ആദ്യത്തെ മൈലാഞ്ചി വരച്ചു. റാബിയ സ്റ്റേജിൽ കയറിയില്ല. ഇനി അറക്കൽ വീട്ടിലെ ഭാഗ്യനക്ഷത്രം എൻ്റെ മോളാണ് എന്ന് ഹസീന പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. റാബിയക്ക് കണ്ണു നിറഞ്ഞു. നസീമയുടെ സഹോദരങ്ങളും ഭാര്യമാരും എല്ലാം വന്നിട്ടുണ്ട്. അവരൊക്കെ സമദിനെയും റാബിയയെയും ഷഹ്സാദിനെയും പരിചയപ്പെട്ടു. അതേസമയം പുരുഷന്മാർ മുൻഭാഗത്തെ വീട്ടുമുറ്റത്ത് ഒന്നിച്ചിരുന്ന് സ്വറപറച്ചിൽ തുടർന്നു. പാട്ടും കയ്യടിയും കൊണ്ട് അവിടെ മാകെ കല്യാണത്തിൻ്റെ അലയൊലികൾ ഉണർന്നിരുന്നു. കല്യാണത്തിൻ്റെ മുന്നോടിയായി അറക്കൽ തറവാട്ടിലെ പുലർച്ചെ തന്നെ ഒരു പ്രത്യേക ആവേശം തുടങ്ങിയിരുന്നു. ഉമ്മമാരും മറ്റും ചേർന്ന് വലിയ ചട്ടികളിൽ മഞ്ഞൾ, പാൽ, റോസ് വാട്ടർ, എണ്ണ എല്ലാം ചേർത്ത് സുന്ദരമായ ഒരു ലായനിയൊരുക്കി. മുറ്റത്ത് വെളുത്ത പൂക്കളും താഴ്ച മാവിലകളും കൊണ്ട് അലങ്കരിച്ച ഒരു സ്ഥലം. അവിടെ വെളുത്ത വസ്ത്രത്തിലിരുത്തിയ സനു ലജ്ജാഭരിതയായി. ഇനി അറക്കൽ ബീവിയുടെ മുഖം മുഴുവൻ ഭാഗ്യം നിറയും എന്ന് പറഞ്ഞ് നസീമ ആദ്യമായി മഞ്ഞൾ പുരട്ടി. ചിരിയോടെ റാബിയ അടുത്ത് തന്നെയുണ്ട്. പിന്നീട് കുടുംബത്തിലെ തരുണിമണികൾ ഓരോരുത്തരും ചേർന്ന് കളിയോടും ഗാനത്തോടും കൂടി സനുവിൻ്റെ മുഖത്തും കൈകളിലും മഞ്ഞൾ പുരട്ടി. പെൺകുട്ടികൾ ചേർന്ന് കൈയടിച്ച് കളിയോടെ പറഞ്ഞു, പുലരി പോലെ തിളങ്ങണം അറക്കൽ വീട്ടിലെ പുതുമണവാട്ടി, ഞങ്ങളുടെ രാജകുമാരൻ്റെ മുത്താണ്. അത് കേട്ട് സനുവിൻ്റെ കവിളിലെ നുഴക്കുഴി വ്യക്തമായി തെളിഞ്ഞു കണ്ടു. അതേസമയം തന്നെ വീട്ടിൻ്റെ മറുവശത്ത് അമൻ്റെയും ഹൽദി നടക്കുന്നുണ്ട്. അവൻ്റെ കൂട്ടുകാരും അളിയന്മാരും മറ്റു കുടുംബത്തിലെ ആൺപിള്ളേരും ചേർന്ന് അവൻ്റെ തല മുതൽ കാലുവരെ മഞ്ഞളിൽ മുക്കി കളിക്കുന്നുണ്ട്. സമദും ഷഹ്സാദും അറക്കൽ തറവാട്ടിലെ കാരണവന്മാരും ചെറുചിരിയോടെ എല്ലാം കണ്ടു നിന്നു. അറക്കലിൻ്റെ മണവാളൻ നിന്റെ പെണ്ണിനെ പോലെ തിളങ്ങണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവനെ കളിയാക്കുന്നുണ്ട്. ഹൽദിയുടെ അന്ത്യം വെള്ളപ്പുക്കൾ നിറച്ച വെള്ളക്കരത്തിൽ വിവാഹ ജോഡിക്ക് മഞ്ഞൾ കഴുകലായിരുന്നു. അപ്പോൾ വീടുമുറ്റം മുഴുവൻ മഞ്ഞളിൻ്റെ മണം നിറഞ്ഞു. അടുത്ത ദിവസം രാത്രി സംഗീത നൈറ്റായിരുന്നു. വലിയൊരു വേദിയൊരുക്കി. വിളക്കുകളും നിറമുള്ള ലൈറ്റുകളും കൊണ്ട് അലങ്കരിച്ചു. ദഫുമുട്ടും അറബനമുട്ടും വട്ടപ്പാട്ടും അവിടെ അരങ്ങേറി. ഇടയ്ക്ക് നമ്മുടെ മണവാളൻ അമൻ നല്ല പാട്ടുകൾ പാടി.
അമനും സനവും ചേർന്നൊരുമിച്ച് അകത്തളത്തിലിരുന്നപ്പോൾ പെണ്ണുങ്ങളെല്ലാവരും കൂടി ഒപ്പന മുട്ടി. അപ്പോൾ അമൻ്റെ മുഖത്ത് മനോഹരമായ പുഞ്ചിരിയും സനുവിൻ്റെ കണ്ണുകളിൽ ലജ്ജയും സന്തോഷവും തെളിഞ്ഞിരുന്നു. സംഗീത നൈറ്റ് രാത്രി വൈകിയും നീണ്ടു. പാട്ട്, ചിരി, കളി, കുടുംബസംഗമം ഒക്കെ ഒരുമിച്ച് ചേർന്ന് ആ കല്യാണം അറക്കൽ വീട്ടിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഓർമ്മയായി മാറി. കല്യാണ ദിനം രാവിലെ തന്നെ അറക്കൽ വീട് ഉണർന്നു. വലിയ വീടിൻ്റെ ഓരോ മുറിയും ലൈറ്റുകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. കുളിർക്കാറ്റിൽ പൂക്കളുടെ മണം അവിടെ ആകെ പരന്നു. വെള്ളിത്തിരകളാൽ ചുറ്റപ്പെട്ട തറവാട്ട് വീട്ടിന് മുന്നിൽ വലിയൊരു പന്തലും മുറ്റത്ത് പരമ്പരാഗത പായകളും വിരിച്ചിരിക്കുന്നു. വീട്ടുമുറ്റം മുഴുവൻ ഇപ്പോൾ ഒരു മഹോത്സവത്തിൻ്റെ ഭംഗി തരുന്നുണ്ട്. അമൻ കൂടെ പഠിച്ച കൂട്ടുകാരെ എല്ലാം വിളിച്ചിട്ടുണ്ട്. സനുവിൻ്റെയും അത്യാവശ്യം ഫ്രണ്ട്സ് എല്ലാവരും ഇന്ന് വരുന്നുണ്ട്. അമൻ്റെയും സനുവിൻ്റെയും നിക്കാഹ് ഇതിനകം കഴിഞ്ഞെങ്കിലും ഇന്ന് കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും പങ്കാളിത്തത്തോടെ നടക്കുന്ന വിവാഹ റിസപ്ഷനാണ്. ഈ സ്വീകരണത്തിൻ്റെ ഒരുക്കങ്ങൾ മുഴുവൻ അറക്കൽ വീട്ടുകാരുടെ അഭിമാനമായി മാറിക്കഴിഞ്ഞു. തറവാട്ടിലെ ഏക ആൺതരിയുടെ കല്യാണമാണ്. സനുവിനെ മണവാട്ടി വേഷത്തിലൊരുക്കാൻ പെൺകുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും വലിയ ആവേശമായിരുന്നു. അവളുടെ ഭംഗിയുള്ള പിങ്ക് ഗൗണിൽ നേർത്ത ആഭരണങ്ങളും എല്ലാം ചേർന്ന് ഒരു രാജകുമാരിയെപ്പോലെ സനു ഒരുങ്ങി. അവളുടെ കണ്ണുകളിൽ അല്പം ലജ്ജയും സന്തോഷവും നിറഞ്ഞു നിന്നിരുന്നു. പെൺപടകളും വെള്ളവസ്ത്രം ധരിച്ചു മുഞ്ചത്തിമാരായി ഇറങ്ങി. മോളെ, നീ കൂടെ വന്നപ്പോൾ ഈ അറക്കലിൻ്റെ ഭാഗ്യം ഇരട്ടിയായി എന്ന് പറഞ്ഞുകൊണ്ട് സാറാ ബീവി അവളുടെ കവിളിൽ സ്നേഹത്തോടെ കൈവച്ചു. സനുവിന് ആ സ്നേഹത്തിന് മുന്നിൽ കണ്ണു നിറഞ്ഞുപോയി. അവൾ അവരുടെ കവിളിൽ ഉമ്മ വെച്ചു. വീട്ടുമുറ്റത്തെ വലിയ വേദിയിൽ ചെറിയ പാട്ടും ബൈത്തിൻ ശീലുകളും കേൾക്കുമ്പോൾ പുരുഷന്മാരെല്ലാം വെള്ള ഡ്രസ്സ് ധരിച്ച് ഒരുക്കത്തിലായിരുന്നു. അമനെ കൂട്ടുകാരും അളിയൻസും ചേർന്നൊരുക്കി. ഷെർവാണി സൂട്ടിട്ട് നെഞ്ചിൽ ഇടുന്ന കാശുമാലയും ചേർന്നപ്പോൾ അവൻ്റെ ഭംഗി കൂടി. തലപ്പാവും വെച്ച് അവൻ ഇറങ്ങി വന്നപ്പോൾ അറക്കൽ രാജകുമാരൻ തന്നെ. ഇനി അറക്കൽ വീട്ടിലെ കാരണവൻ തന്നെയാണ് നമ്മുടെ അമൻ എന്ന് കൂട്ടുകാർ തമാശ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ചിരിച്ചു. അവൻ്റെ മുഖത്ത് ഒരു പ്രകാശം തെളിഞ്ഞു കണ്ടു. പാട്ടും ബേത്തും മുഴങ്ങുമ്പോൾ സനുവിനെ അകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. തറവാട്ടിലെ പെൺകുട്ടികൾ പൂക്കളുള്ള താലങ്ങൾ കയ്യിലെടുത്ത് അവളുടെ അടുത്തെത്തി. അവളുടെ പിന്നാലെ കൂട്ടമായ സ്ത്രീകൾ. അവർ പന്തലിലെത്തിയപ്പോൾ എല്ലാവരും നോക്കി നിന്നു. അമൻ വേദിയുടെ ഒരു മുൻവശത്ത് നിന്നു. സനുവിനെ കാണുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ പ്രണയം തെളിഞ്ഞു. അവളെ കൈപിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റി. സനു തല താഴ്ത്തി നിന്നെങ്കിലും കണ്ണിൻ്റെ ഫോണിലൂടെ അമൻ്റെ നോട്ടം കാണുന്നുണ്ടായിരുന്നു. പൂക്കളാൽ അലങ്കരിച്ച മനോഹരമായ സ്റ്റേജിൽ അവരുടെ ഇരിപ്പിടം ഒരുക്കിയിരുന്നു. ഫൗസിയും കുടുംബവും കോളേജിലെ മറ്റു കൂട്ടുകാരും എത്തിയപ്പോൾ സനു അവരുടെ അടുത്തേക്ക് ചെന്ന് സ്വീകരിച്ചു. വേദിയുടെ ഒരു വശത്ത് കുട്ടികളുടെ ഒപ്പന തുടങ്ങി. നസീമയും ഹസീനയും എല്ലാവരെയും സ്വീകരിക്കാൻ നേതൃത്വം നൽകുന്നുണ്ട്. അവൻ്റെ കൂട്ടുകാർ ചേർന്ന് അറബന മുട്ടി. സംഗീത നൈറ്റിൻ്റെ ഭംഗി പോലെ അന്നത്തെ ദിവസവും കളറായി. വീട്ടുമുറ്റത്ത് ഭക്ഷണം വിളമ്പി. മട്ടൻ മന്തി, ചിക്കൻ ബിരിയാണി, മലബോത്ത്, ബീഫ് സുർബിയാൻ തുടങ്ങിയ ഐറ്റംസ് കൗണ്ടറിൽ നിരന്നു. ഹലുവ, ഐസ്ക്രീം, ജിലേബി, ഗുലാബി, മൈസൂർ പാക്ക് തുടങ്ങിയ ഐറ്റംസും പലതരത്തിലുള്ള ഫ്രൂട്ട്സും എല്ലാം നിറഞ്ഞ മറ്റു കൗണ്ടറുകളും. കുട്ടികൾ ഓടി നടന്നു. പുരുഷന്മാർ ഒരുമിച്ച് ചേർന്ന് സംസാരിക്കുമ്പോൾ സ്ത്രീകൾ തമ്മിൽ സന്തോഷങ്ങൾ പങ്കിട്ടു. നസീമ തൻ്റെ ഉമ്മയെ വിളിച്ച് വീണ്ടും വീഡിയോ കോളിൽ സനുവിനെ കാണിച്ചു കൊടുത്തു. അവർക്ക് യാത്രാ ബുദ്ധിമുട്ടായതിനാൽ വരാൻ കഴിഞ്ഞിട്ടില്ല. അവളെ ആ വേഷത്തിൽ കണ്ടപ്പോൾ അവർക്ക് കണ്ണു നിറഞ്ഞു. തൻ്റെ മോളെപ്പോലെ തന്നെ അവൾക്ക് അവളെ കണ്ടപ്പോൾ തോന്നിയിരുന്നു. ഇനി നമ്മുടെ സഫയ്യത്തയുടെ ഓർമ്മകൾ സനുമോളിലൂടെ നമ്മളോടൊപ്പമുണ്ട്. ഉമ്മ കരയേണ്ട എന്ന് നസീമ പറഞ്ഞപ്പോൾ സനുവിൻ്റെ കണ്ണുകളും വീണ്ടും നിറഞ്ഞു വന്നു. രാത്രിയിൽ എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുമ്പോൾ എല്ലാവരുടെ നിർബന്ധം കൊണ്ട് അമൻ വീണ്ടും പാട്ടുപാടി. അവൻ്റെ മനോഹരമായ ഗാനം കേട്ട് എല്ലാവരും മിണ്ടാതെ ആസ്വദിച്ചു നിന്നു. ആ പാട്ടിൽ സനുവിനോടുള്ള പ്രണയം തുളുമ്പി നിന്നിരുന്നു. ആരെങ്കിലും അവളെ നോക്കുമ്പോൾ സനു തലകുനിച്ചു. ഇടയ്ക്ക് അവൻ്റെ നോട്ടം തന്നിലേക്ക് പാളുമ്പോൾ അവളുടെ കണ്ണുകളിൽ നാണം നിറഞ്ഞിരുന്നു. കല്യാണ ദിവസം രാത്രി വൈകി വരെ ആഘോഷം തുടർന്നു. പാട്ടും കയ്യടിയും ഭക്ഷണവും ചിരിയും അറക്കൽ വീട്ടിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഓർമ്മയായി മാറി. അറക്കൽ വീട്ടിലെ പടിഞ്ഞാറ് ഭാഗത്ത് പുതുതായി ഒരുക്കിയ വലിയൊരു മുറി. വാതിൽ തുറന്നപ്പോൾ നല്ല പൂക്കളുടെ മണം പരന്നു. വെളുത്ത ഭംഗിയുള്ള ബെഡ്, അലങ്കരിച്ച കട്ടിൽ, അതിനു മുകളിൽ പൂക്കൾ ചിതറിയിട്ടിരിക്കുന്നു. മൊത്തം ഒരു വെള്ളമയം, സ്വപ്നം പോലെ ഒരു മണിയറ. ഭിത്തികളിൽ വെളുത്ത കർട്ടനുകൾ, ജനലിൻ്റെ അരികിൽ വെള്ള കുഞ്ഞുമേശയിൽ വെള്ളപ്പൂക്കൾ, മൂലയിൽ ചെറിയൊരു റാന്തൽ വിളക്ക്. അതിൻ്റെ മൃദുലമായ പ്രകാശം മുറി മുഴുവൻ ഒരു റൊമാൻറ്റിക് ഫീൽ തന്നെ തരുന്നുണ്ട്. ഇതാണ് അറക്കൽ ബീവിയുടെയും അമൻ്റെയും മണിയറ എന്ന് പറഞ്ഞ് അവരെ റൂമിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന പെൺകുട്ടികൾ സ്നേഹത്തോടെ കളിയാക്കി ചിരിച്ചു. അത് കേട്ടപ്പോൾ സനുവിൻ്റെ മുഖം ചുവന്നുപോയി. അമൻ വെറുതെ അതിലേക്ക് കണ്ണോടിച്ചു. അവൻ്റെ ഹൃദയം നിറഞ്ഞു. ഇന്നു മുതൽ തങ്ങൾ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ പ്രണയത്തിൻ്റെ പുതുതലങ്ങൾ തേടിയിട്ടില്ല. ഇനി അവളിൽ തേന്നുകരുന്ന വണ്ടായി പാറിപ്പറക്കാം. അവൻ സനുവിന് പ്രണയത്തോട് ചേർത്ത് പിടിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കിടുന്നു. അറക്കൽ തറവാട്ടിലെ ആ വലിയ മണിയറയുടെ വാതിൽ മെല്ലെ അടഞ്ഞു. പുറത്തുനിന്നുള്ള പെൺകുട്ടികളുടെ ചിരിയും കളിയാക്കലുകളും പതുക്കെ അകന്നുപോയി.
മുറിക്കുള്ളിൽ പ്രണയത്തിൻ്റെ നിശബ്ദത മാത്രം ബാക്കി നിന്നു. റാന്തൽ വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചം ആ വെളുത്ത മുറിക്ക് ഒരു പ്രത്യേക ഭംഗി നൽകിയിരുന്നു. മുല്ലപ്പൂക്കളുടെയും റോസാപ്പൂക്കളുടെയും സുഗന്ധം വായുവിൽ അലിഞ്ഞു ചേരുന്നു. അമൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്ന സനുവിൻ്റെ ഹൃദയമിടിപ്പ് സാധാരണയേക്കാൾ വേഗത്തിലായിരുന്നു. ലജ്ജയും പ്രതീക്ഷയും കലർന്ന ഒരു വിറയൽ അവളിലുണ്ടായിരുന്നു. അമൻ അവളെ തൻ്റെ കൈകളിൽ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ മൃദുവായി അമർന്നു. ആ സ്പർശനത്തിൽ സനു തൻ്റെ കണ്ണുകൾ പതുക്കെ അടച്ചു. സനു, അവൻ അവളുടെ പേര് വളരെ പതുക്കെ ഒരു മന്ത്രം പോലെ വിളിച്ചു. അവൾ പതുക്കെ മുഖമുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ അവളോടുള്ള പ്രണയവും ആഗ്രഹവും തിളങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ കവിളുകളിലെ ചുവപ്പ് റാന്തൽ വെളിച്ചത്തിൽ കൂടുതൽ മനോഹരമായി തോന്നി. അമൻ തൻ്റെ വിരലുകളാൽ അവളുടെ മുഖത്തേക്ക് വീണുകിടന്ന മുടിയകൾ പതുക്കെ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു. എനിക്കിപ്പോഴും ഇതൊരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്, അമൻ അവളുടെ താടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലേക്ക് നീ വന്നത്, നീ ഇപ്പോൾ എൻ്റെ മാത്രമായത്. എനിക്കും. സനുവിൻ്റെ ശബ്ദം വളരെ നേർത്തതായിരുന്നു. അവളുടെ കൈകൾ അറിയാതെ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ മുറുകി. അവൻ ഒന്ന് പുഞ്ചിരിച്ചു. അവൻ അവളുടെ കൈകൾ പിടിച്ച് പതുക്കെ കട്ടിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. അവളുടെ ഭാരമേറിയ പിങ്ക് ഗൗണിൻ്റെ പിന്നിലെ സിബ് അവൻ പതുക്കെ താഴ്ത്തുമ്പോൾ അവൻ്റെ വിരലുകൾ അവളുടെ പുറംകഴുത്തിൽ തട്ടിയതും സനുവിലൊരു കുളിരി പാഞ്ഞുപോയി. അവൾ അവൻ്റെ തോളിലേക്ക് മുഖം ഒളിപ്പിച്ചു. അമൻ്റെ ശ്വാസത്തിൻ്റെ ചൂട് സനുവിൻ്റെ മുഖത്തും കഴുത്തിലും തട്ടിപ്പടർന്നപ്പോൾ അവളുടെ ശ്വാസഗതിയും വേഗത്തിലായി. അവൾ ഒന്ന് പിടഞ്ഞുകൊണ്ട് അവൻ്റെ തോളുകളിൽ കൈകൾ മുറുക്കി. റാന്തൽ വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ കണ്ണുകളിൽ വിരിഞ്ഞ പ്രണയവും നേർത്ത ഭയവും കലർന്ന ഭാവം അമനിൽ കൂടുതൽ വന്യമായ അനുരാഗമുണർത്തി. സനു, അവളുടെ പേര് ചുണ്ടുകളിൽ താലോലിച്ചുകൊണ്ട് അവൻ അവളുടെ അധരങ്ങളിലേക്കെടുത്തു. ആദ്യമായൊരു നേർത്ത മടി കാണിച്ചെങ്കിലും അമൻ്റെ ചുണ്ടുകളുടെ മൃദുവായ അമരലിൽ സനുവിൻ്റെ സകല നിയന്ത്രണങ്ങളും അലിഞ്ഞുപോയി. അവൾ അവനെ കൂടുതൽ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. ആ ചുംബനത്തിന് പ്രണയത്തിൻ്റെ മധുരവും ഒപ്പം വർഷങ്ങളായുള്ള കാത്തിരിപ്പിൻ്റെ തീവ്രതയുമുണ്ടായിരുന്നു. പരസ്പരം നുകർന്നു തീർക്കാനാവാത്ത മധുരം പോലെ അവർ ആ നിമിഷത്തിൽ മുഴുകി. അമൻ്റെ കൈകൾ അവളുടെ ആഭരണങ്ങൾ ഓരോന്നായി അഴിച്ചുമാറ്റി. ലോഹത്തിൻ്റെ തണുപ്പകന്ന് അവളുടെ ചർമ്മത്തിൽ അവൻ്റെ വിരലുകളുടെ ചൂടറിഞ്ഞപ്പോൾ സനുവിൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അവളുടെ പിങ്ക് ഗൗണിൻ്റെ പട്ടുതുണികൾ പതുക്കെ നിലത്തേക്ക് വഴുതി വീണു. പൂക്കൾ വിതറിയ ആ വെളുത്ത കിടക്കയിലേക്ക് അവൻ അവളെ പൂർണ്ണമായും ചേർത്തുകിടത്തി. അവളുടെ ഉടലിൻ്റെ ഓരോ അണുവിലും അവൻ തൻ്റെ ചുംബനങ്ങൾ കൊണ്ട് പ്രണയത്തിൻ്റെ പുതിയൊരു സാമ്രാജ്യം തീർത്തു. ലജ്ജ കൊണ്ടവൾ കണ്ണുകൾ ഇറുക്കിയടച്ചപ്പോൾ അവൻ അവളുടെ കാതോരം ചെന്ന് മെല്ലെ മന്ത്രിച്ചു. എൻ്റെ ബീവി, എൻ്റെ മാത്രം സനു. ആ രാത്രിയുടെ നിശബ്ദതയിൽ വിയർപ്പ് തുള്ളികളും മുല്ലപ്പൂമണവും കലർന്ന അന്തരീക്ഷത്തിൽ അവർ രണ്ടുപേരും ശരീരവും മനസ്സും കൊണ്ട് ഒന്നായി മാറി. ആ മണിയറയിലെ റാന്തൽ വെളിച്ചം സാക്ഷിയായി അറക്കൽ തറവാട്ടിലെ ആ പുതിയ ദമ്പതികൾ തങ്ങളുടെ പ്രണയത്തിൻ്റെ ഏറ്റവും ആഴമേറിയ നിമിഷങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. അറക്കൽ ബീവിയുടെ അവസാന ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുക. തുടരും.